So welcome back my dear students. Previous videosil നമ്മൾ പ്രധാനമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തത് monotone subsequence theorem ആണ്, which states that every monotone subsequence theorem which states that every sequence has a monotone subsequence. ഏതൊരു സീക്വൻസിനും ഒരു monotonic subsequence ഉണ്ട്. And also we have another theorem which states that monotone convergence theorem which states that every bounded monotonic sequence is convergent. Okay, so ഫസ്റ്റ് തിയറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിന് ഒരു മൊണോട്ടോണിക് സബ്സീക്വൻസ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് തിയറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ തിയറം പറയുന്നത് ഏതൊരു ബൗണ്ടഡ് മൊണോട്ടോണിക് സീക്വൻസ് എടുത്താലും അത് കൺവേർജൻ്റ് ആണെന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോ ആരംഭിച്ചത് തന്നെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും ആ ബൗണ്ടഡ് സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കൺവേർജൻ്റ് ആയിട്ട് ഒരു സബ്സീക്വൻസ് എങ്കിലും ഉണ്ടാകുമോ? ഓക്കെ, അല്ലെങ്കിൽ ക്യാൻ യു ഫൈൻഡ് എ ബൗണ്ടഡ് സീക്വൻസ് വിത്ത് വിച്ച് എവരി വൺ ഓഫ് ഇറ്റ് സബ്സീക്വൻസ് ഈസ് ആക്ച്വലി ഡൈവേർജൻറ്റ്, അങ്ങനെ ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുമോ? ഈ രണ്ട് തിയറം കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, സോ ഈ രണ്ട് തിയറം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ, so consider a bounded sequence. So consider a bounded sequence Xn. Okay, so monotone subsequence theorem വെച്ചിട്ട് by monotone subsequence theorem വെച്ചിട്ട് Xn has a Xn has a monotone subsequence. Let's say Xnk. ഓക്കെ, നമ്മൾ എടുത്തു ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തു. മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറയുന്നത് ഏത് സീക്വൻസിനും ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്. സോ Xn നിന്നും ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്, അതാണ് Xnk. അത് മാത്രമല്ല, Xn is bounded implies അതിൻ്റെ എല്ലാ സബ്സീക്വൻസും ബൗണ്ടഡ് ആണ്. Xnk is bounded. സോ അപ്പോൾ നമുക്ക് കിട്ടി Xnൻ്റെ ഒരു സബ്സീക്വൻസ് കിട്ടി വിച്ച് ഈസ് monotone as well as bounded. സോ Xn has a subsequence Xnk which is bounded, കാരണം Xn ബൗണ്ടഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്, ആൻഡ് monotone by monotone subsequence theorem. ഇനി monotone convergence theorem പറയുന്നത് by monotone convergence theorem every bounded monotonic sequence is convergent. So which means that Xnk is convergent. സോ നമ്മൾ Xn എന്ന് പറയുന്ന ഒരു ആർബിട്രറി ബൗണ്ടഡ് സീക്വൻസ് എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് കണ്ടെത്താൻ സാധിക്കും. അതായത് ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും ആ ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള സബ്സീക്വൻസ് എങ്കിലും ഉണ്ടാകും. ഓക്കെ, എല്ലാ സബ്സീക്വൻസും ഡൈവേർജൻ്റ് ആകുന്ന തരത്തിൽ ഒരു ബൗണ്ടഡ് സീക്വൻസും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അത് ശരിക്കും ഈ മൊണോട്ടോൺ കൺവേർജൻസ് തിയറത്തെയും മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറത്തിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ
convergent subsequence എന്ന ഈ റിസൾട്ട്. സോ അതിനെ നമുക്ക് this is actually a classic theorem in analysis which is stated as Bolzano's Weierstrass theorem. So this theorem is called Bolzano-Weierstrass theorem, which states that a bounded sequence of real numbers has a convergent subsequence. A bounded sequence of real numbers has a convergent subsequence. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പ്രൂഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പ്ലസ് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം. ഈ രണ്ട് തിയറത്തിൻ്റെയും കൂടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോമ്പിനേഷനാണ്. ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുക്കുക, മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം വെച്ച് അതിനൊരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്. സോ ആ മൊണോട്ടോൺ സബ്സീക്വൻസ് ബൗണ്ടഡുമാണ്, വിച്ച് ഇംപ്ലൈസ് ഇറ്റ് ഈസ് കൺവേർജ്. സോ ദിസ് ഈസ് ദ ക്ലാസിക് ബോൾസാനോസ് വിയർസ്ട്രാസ് തിയറം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആയിട്ട് സാധാരണ ചോദിക്കാറുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിയറം. ഓക്കെ. നൗ മൂവിങ് ഓൺ. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസ് എടുത്താലും അതിൻ്റെ എല്ലാ സബ്സീക്വൻസും കൺവേർജൻ്റ് ആണ്. ഇൻ ഫാക്ട് ഇറ്റ് കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ബൗണ്ടഡ് സീക്വൻസ്, നമ്മൾ ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും അതിന് കൺവേർജൻ്റ് ആയിട്ടുള്ളൊരു സബ്സീക്വൻസ് എങ്കിലും ഉണ്ടാകും, ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും. നൗ ഈ രണ്ട് റിസൾട്ടും നമുക്ക് സബ്സീക്വൻസ് വെച്ചിട്ട് സീക്വൻസിനെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു റിസൾട്ടായി നമുക്ക് വന്നില്ല. കാരണം നമുക്ക് സീക്വൻസുകളുണ്ട്, അതിൻ്റെ സബ്സീക്വൻസുകളെല്ലാം കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സബ്സീക്വൻസുകളുടെ കൺവേർജൻസ് വെച്ച് സീക്വൻസുകളുടെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ? എല്ലാ ക്ലാസ് ഓഫ് സീക്വൻസുകൾക്കും ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ബൗണ്ടഡ് ക്ലാസ് ഓഫ് സീക്വൻസുകൾക്ക് സബ്സീക്വൻസുകളുടെ കൺവേർജൻസ് വെച്ചിട്ട് സീക്വൻസിൻ്റെ കൺവേർജൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഓൾറെഡി പ്രപ്പോസ് ചെയ്ത ഒരു തിയറത്തിൻ്റെ ആക്ച്വലി റീസ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് നെക്സ്റ്റ് തിയറം. സോ നെക്സ്റ്റ് തിയറം try to establish the convergence of a sequence using the convergence of its subsequence. That's the theorem. Okay. നമ്മൾ ഇതിനു മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഡൈവേർജൻസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഒരു സീക്വൻസ് ഡൈവേർജൻ്റ് ആകണമെങ്കിലുള്ള ക്രൈറ്റീരിയയാണ് സബ്സീക്വൻസ് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കൺവേർജൻസുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. സോ വിച്ച് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇൻ ദ നെക്സ്റ്റ് തിയറം. സോ ദ തിയറം states that let x is equal to xn be a bounded sequence of real numbers and let x element of R have the property that every convergent subsequence of xn converges to x. Then the sequence xn also converges to x. So ഈ തിയറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്കൊരു ബൗണ്ടഡ് സീക്വൻസ് തന്നിട്ടുണ്ട്. എക്സ് എന്നുള്ളതാണ് ബൗണ്ടഡ് സീക്വൻസ്. എക്സ് എന്നുള്ളത് ഒരു റിയൽ നമ്പറാണ്.
ഈ സീക്വൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇതിൻ്റെ കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ സബ്സീക്വൻസുകളും കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസും കൺവേർജസ് ടു എക്സ് ആയിരിക്കും. സോ ഒരു ബൗണ്ടഡ് സീക്വൻസിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും ഒരേ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസും കൺവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ വി ഹാവ് ടു പ്രൂവ് ദിസ് റിസൾട്ട്. സോ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ഓക്കെ, നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡ് പോലെയാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. സോ given that xn is bounded, xn bounded ആണെന്ന് തന്നിട്ടുണ്ട്. So there exists a number m greater than 0 such that boundedness definition വെച്ച് modulus of xn less than n for all n belongs to n. ഓക്കെ, സീക്വൻസിൻ്റെ എല്ലാ നമ്പേഴ്സിനെക്കാട്ടിലും എല്ലാ ടേംസിനെക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടുള്ള ഒരു നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യും, കാരണം സീക്വൻസ് ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ സീക്വൻസ് കൺവേർജസ് ടു എക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അസ്യൂം ദാറ്റ്, അതിൻ്റെ റിവേഴ്സ് പാർട്ട് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് അവർ സീക്വൻസ് xn does not converge to x. സോ ഇങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു കോൺട്രഡിക്ഷൻ കിട്ടണം. സോ നമ്മുടെ അസംഷൻ തെറ്റായിപ്പോകും. ദാറ്റ്സ് ഹൗ വി പ്രൂവ് ദിസ്. സോ ഇനി ഒരു സീക്വൻസ് കൺവേർജൻ്റ് അല്ല എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ഇക്വലൻ്റ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്, തിയറം 3.4.4. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വേണം. സോ അവിടെ പറയുന്നത് ഒരു സീക്വൻസ് xn does not converges to x is equivalent to establishing for every epsilon naught greater than 0 there exists a subsequence xnk such that modulus of xnk minus x is actually greater than or equal to epsilon naught for all k belongs to n. ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. അതിൻ്റെ പാർട്ട് 3 ആണ്, സി പാർട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ കാണാത്ത, ആ പോയിന്റിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ കാണാത്ത ഒരു സബ്സീക്വൻസ് എങ്കിലും സീക്വൻസിനുണ്ടാവും. ആ സബ്സീക്വൻസ് ആണ് XNK, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ X ഡാഷ് എന്ന് നമ്മളതിനെ കൊടുത്തു. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ എക്സ് ഡാഷിൻ്റെ അല്ലെങ്കിൽ XNK എന്ന് പറയുന്ന ഈ സീക്വൻസിൻ്റെ ഒരു ടേമും എക്സിൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ x മൈനസ് എപ്സിലോൺ നോട്ട്, എക്സ് പ്ലസ് എപ്സിലോൺ നോട്ട്, എക്സ് മൈനസ് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഈ നെയ്ബർഹുഡിൽ ഈ സീക്വൻസിൻ്റെ ഒരു ടേമും ഉണ്ടാകില്ല. കാരണം xn എന്തല്ല, കൺവേർജ് ചെയ്യുന്നില്ല എക്സിലോട്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് xn ഈസ് ബൗണ്ടഡ് എന്നാണ്. സോ xn ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ബൗണ്ടഡ്. സോ വിച്ച് മീൻസ് അതിൻ്റെ എല്ലാ സബ്സീക്വൻസും ബൗണ്ടഡ് ആണ്. സോ വിച്ച് മീൻസ് അതിൻ്റെ ഒരു സബ്സീക്വൻസ് ആണ് XNK. സോ XNK വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഈസ് ഓൾസോ ബൗണ്ടഡ്. കാരണം ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ്, അതിൻ്റെ എല്ലാ സബ്സീക്വൻസും ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ബോൾസാനോസ് വിയസ്ട്രാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ XNK എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഓക്കെ, എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ്. സോ by Bolzano-Weierstrass theorem, which states that every bounded sequence has a convergent subsequence. സോ നമ്മളിവിടെ നമ്മുടെ ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറയുന്നത് XNK ആണ്. സോ എക്സ് ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു XNK ഹാസ് എ convergent subsequence. അതിനെയാണ് XNR എന്നെടുത്തു. XNR എന്ന് പറയുന്ന
ഒരു സബ് സീക്വൻസ് ഉണ്ട്. ആ സബ് സീക്വൻസ് എക്സ് ഡാഷിൻ്റെ സബ് സീക്വൻസ് ആണ്, അത് കൺവേർജൻ്റ് ആണ്. ഇനി നമ്മൾ തിയറത്തിൻ്റെ അകത്ത് അസ്യൂം ചെയ്തിട്ടുണ്ട്, ഇതിനെ നമ്മൾ എക്സ് ഡബിൾ ഡാഷ് എന്ന് തിയറത്തിൻ്റെ അകത്ത് അസ്യൂം ചെയ്തിട്ടുണ്ട്, എക്സിൻ്റെ എല്ലാ സബ് സീക്വൻസുകളും കൺവേർജ് ചെയ്യുന്നത് എക്സിലേക്കാണ്. ഓക്കെ, സോ നമ്മളിവിടെ എടുത്തത് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു, എക്സ് വിച്ച് ഈസ് എക്സ് എൻ. അതിൻ്റെ സബ് സീക്വൻസ് ആണ് എക്സ് എൻ കെ എന്ന് പറയുന്ന എക്സ് ഡാഷ്. ഇനി എക്സ് എൻ കെയുടെ സബ് സീക്വൻസ് ആണ് എക്സ് എൻ ആർ എന്ന് പറയുന്ന എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന സബ് സീക്വൻസ്. സോ ക്ലിയർലി എക്സ് എൻ്റെ ടേംസ് ആണ് എക്സ് എൻ കെക്കകത്തുള്ളൂ, അതിൻ്റെ ടേംസ് തന്നെയാണ് എക്സ് എൻ ആറിൻ്റെ അകത്തുള്ളൂ. സോ എക്സിൻ്റെ സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷ്, എക്സ് ഡാഷിൻ്റെ സബ് സീക്വൻസ് ആണ് എക്സ് ഡബിൾ ഡാഷ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഡബിൾ ഡാഷ് ഇസ് എ സബ് സീക്വൻസ് ഓഫ് എക്സ്. ഇനിയും എക്സിൻ നമ്മുടെ തിയറത്തിൻ്റെ അസംഷൻ വെച്ചിട്ട് എക്സിൻ്റെ എല്ലാ സബ് സീക്വൻസും കൺവേർജ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന സ്മോൾ എക്സ് എന്ന് പറയുന്ന നമ്പറിലേക്കാണ്. സോ എക്സിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് എക്സ് എൻ ആർ. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് എക്സ് എൻ ആർ കൺവേർജസ് ടു എക്സ്. ഓക്കെ, സോ എക്സ് എൻ ആർ കൺവേർജസ് ടു എക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് എക്സ് എൻ ആർ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ഫോർ ഓൾ എൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം പി. പി എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറാണ്. സോ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് എൻ ആർ കൺവേർജസ് ടു എക്സ് എന്ന് വെച്ചാൽ എ മോഡുലസ് ഓഫ് എക്സ് എൻ ആർ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ഫോർ ഓൾ എൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അതായത് ഈ പി എന്ന് പറയുന്ന സ്റ്റേജിന് ശേഷമുള്ള ഈ സീക്വൻസിൻ്റെ എല്ലാ ടേമും ഈ നെയ്ബർഹുഡിൻ്റെ അകത്തുണ്ട്. എക്സ്, എക്സ് നോട്ട് പ്ലസ് എക്സ് പ്ലസ് എപ്സിലോൺ നോട്ട്, സോറി എക്സ് മൈനസ് എപ്സിലോൺ നോട്ട്. സോ പി എന്ന് പറയുന്ന സ്റ്റേജിന് ശേഷമുള്ള എക്സ് എൻ ആർ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ എല്ലാ ടേംസും ഈ നെയ്ബർഹുഡിൻ്റെ അകത്തുണ്ട്. പക്ഷേ എക്സ് എൻ ആർ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ടേംസ് എന്ന് പറയുന്നത് എക്സ് എൻ കെ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ടേംസ് തന്നെയാണ്. കാരണം എക്സ് എൻ കെ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ സബ് സീക്വൻസ് ആണ് എക്സ് എൻ ആർ. ഓക്കെ, ഇനി എക്സ് എൻ കെ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ നെയ്ബർഹുഡിൽ എക്സിൻ്റെ എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞ നെയ്ബർഹുഡിൽ സീക്വൻസിൻ്റെ ഒരു ടേമും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. എക്സ് എൻ കെ എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ഒരു ടേമും ഈ നെയ്ബർഹുഡിൻ്റെ അകത്തില്ല. പക്ഷേ ഇപ്പം നമുക്ക് കിട്ടി അതിൻ്റെ ഒരു സബ് സീക്വൻസ് കിട്ടി. അതിൻ്റെ സബ് സീക്വൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ടേംസ് ഒക്കെ തന്നെയാണ് എക്സ് എൻ ആറിൻ്റെ അകത്തുള്ളത്. ആ സബ് സീക്വൻസിൻ്റെ അകത്ത് ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേംസും ആ നെയ്ബർഹുഡിൻ്റെ അകത്തുണ്ട് എന്ന് കിട്ടി, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സോ നമ്മുടെ ആ രണ്ട് ആർഗ്യുമെൻസും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ്. കാരണം എക്സ് എൻ കെയുടെ ഒരു പോയിൻറ്റ്സും ഒരു ടേമും ഈ നെയ്ബർഹുഡിൻ്റെ അകത്തില്ല. പക്ഷേ അതിൻ്റെ സബ് സീക്വൻസ് ആയ എക്സ് എൻ ആറിൻ്റെ ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേംസും ഈ നെയ്ബർഹുഡിൻ്റെ അകത്തുണ്ട്. സോ വിച്ച് ഈസ് ആക്ച്വലി എ കോൺട്രഡിക്ഷൻ, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Okay, so which means that our assumption is wrong. Is wrong. നമ്മുടെ അസംഷൻ തെറ്റാണ്, വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ട് നമ്മുടെ അസംഷൻ എന്താണ്? എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. സോ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജസ് ടു എക്സ് ആണ്. സോ നമ്മുടെ അസംഷൻ എക്സ് എൻ ഡസൻ കൺവേർജസ് ടു എക്സ് എന്നുള്ളതാണ്. ആ അസംഷൻ തെറ്റാണ്, വിച്ച് മീൻസ് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്. സോ ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുക്കുന്നു, ആ സീക്വൻസിൻ്റെ എല്ലാ കൺവേർജൻറ്റ് സബ് സീക്വൻസും ഒരേ പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ ആ സീക്വൻസും ആ പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. സോ ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു സീക്വൻസിൻ്റെ സബ് സീക്വൻസിൻ്റെ കൺവേർജൻസ് വെച്ചിട്ട് ഒരു ബൗണ്ടഡ് സീക്വൻസിൻ്റെ കൺവേർജൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ റിസൾട്ട് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം, മൊണോട്ടോൺ കൺവേർജൻസ് തിയറം എന്ന ഡൈവേർജൻസ് ക്രൈറ്റീരിയ, ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ നിന്നും ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റിസൾട്ടാണ് ഇത്. സോ ദീസ് ആർ ദ തിങ്സ് which we will be discussing about subsequence in general. So I hope you understood. Thank you.